ഈ പാപ്പനംകോട് ഒരു വലിയ വ്യക്തി ബ്രഹ്മകുമാരീസിന് അയാളുടെ കെട്ടിടവും ലാൻഡും എല്ലാം കൂടി കൊടുത്തു. അതിലെ കുറേ ബ്രഹ്മകുമാരീസിലെ ആൾക്കാർ മിനിങ്ങാന്ന് നമ്മളെ കാണാനായിട്ട് വന്നിരുന്നു. സാറ് ബ്രഹ്മകുമാരീസിൻ്റെ പ്രവർത്തനത്തിൽ വരുമോ എന്ന് ചോദിച്ചു. നമ്മൾ 100% നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ഒമാനിലും ബഹ്റിനിലും കുവൈറ്റിലുമൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ ഈ ബ്രഹ്മകുമാരീസിൻ്റെ പേരിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഹാള് ബുക്ക് ചെയ്യാനും പ്രഭാഷണം നടത്താനും സാധിക്കും. കാരണം UNO റെക്കഗ്നിഷൻ ഉണ്ട് ബ്രഹ്മകുമാരീസിന്. UNO റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു സംഘടന ബ്രഹ്മകുമാരീസാണ്. അവരുടെ വർക്കുകൾ നല്ല രീതിയിൽ ഇൻ്റർനാഷണലി സ്വീകരിച്ചിട്ടുണ്ട്. പലർക്കും ഒരു ധാരണയുണ്ട് ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്താണെന്ന്, ഹിന്ദു പെന്തക്കോസ്താണെന്ന്. അതൊക്കെ തെറ്റാണ്. നമ്മളുടെ ഹിന്ദു സംഘടനകളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അജ്ഞതയാണുള്ളത്. പക്ഷെ ഇപ്പോൾ RSSലെ പ്രവർത്തകർക്കും വിശ്വ ഹിന്ദു പരിഷത്തിലെ പ്രവർത്തകർക്കൊക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ട്. എല്ലാ ഹിന്ദു സംഘടനകളും ആശ്രമങ്ങളും അവരെ സപ്പോർട്ട് ചെയ്താൽ അവരിപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ 100 ഇരട്ടി ചെയ്യിക്കാൻ സാധിക്കും. നമ്മളൊരു സപ്പോർട്ട് കൊടുത്താൽ മതി. അവിടെ ധാരാളം പ്രവർത്തകരുണ്ട്, നല്ല ഐഡിയ ഉണ്ട്, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും അവർക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പാപ്പനംകോടിലുള്ളവർ ഈ ബ്രഹ്മകുമാരീസിൻ്റെ ആശ്രമം ഉദ്ഘാടനം ചെയ്യുമ്പോൾ വരണം. എവിടെയൊക്കെ നിങ്ങൾക്ക് ബ്രഹ്മകുമാരീസുമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമോ പ്രവർത്തിക്കാം. ഹരേ കൃഷ്ണ പ്രസ്ഥാനമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമോ പ്രവർത്തിക്കാം. രാമകൃഷ്ണാശ്രമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമോ പ്രവർത്തിക്കാം. RSSുമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്തുമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അവിടെ പ്രവർത്തിക്കാം. ധാരാളം ആശ്രമങ്ങൾ, നല്ല നല്ല ആശ്രമങ്ങളുണ്ട്. ഒന്ന് മാത്രം ശ്രദ്ധിക്കണം, ചില സന്യാസിമാരുടെ പ്രവർത്തനങ്ങൾ നെഗറ്റീവാണ്. അത് നമുക്ക് ഈ ജലന്ധറിലെ ബിഷപ്പിന് സംഭവിച്ച മാതിരി, കർദിനാളിന് സംഭവിച്ച മാതിരിയും, അഭയയുടെ കൊലയാളികളായിട്ടുള്ള കുട്ടൂരിന് സംഭവിച്ച മാതിരി ഒന്നും സംഭവിക്കാതിരിക്കണം. കാവ്യ വസ്ത്രം എടുത്തവരെല്ലാവരും ചൈതന്യമുള്ളവരല്ല, നന്മ നിറഞ്ഞ വ്യക്തികളാണെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അവരെന്തെങ്കിലും തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉടനെ പബ്ലിക് ആക്കുകയും വേണം. കാരണം അവർ ചെയ്യുന്ന തിന്മകൾ ഹിന്ദു ധർമ്മത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്താലും അവർക്ക് തടിയൂരി വരാനറിയാം. പക്ഷേ ഹിന്ദു സന്യാസിമാർ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ഹിന്ദു ധർമ്മത്തിന് അതൊരു അവഹേളനമാണ്. അതുകൊണ്ട് തിന്മ ചെയ്യുന്ന ഹിന്ദു സന്യാസി വേഷം ധരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ പബ്ലിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, നമുക്ക് ഉപദ്രവം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിടരുത്. അതിൻ്റെ അർത്ഥം കൈകാര്യം ചെയ്യണം, തല്ലണം, കൊല്ലണം, അങ്ങനെയൊന്നുമല്ല. ആ ആശ്രമത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ സംശയമുണ്ടെങ്കിൽ ഹിന്ദുക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ചെന്ന് കാര്യങ്ങൾ പറയണം. ഇങ്ങനെയുള്ള തിന്മകൾ നിങ്ങൾ ചെയ്യുന്നതാണോ, നിങ്ങളുടെ പേരിൽ പ്രചരിക്കുന്നതാണോ എന്നറിയണം. തിന്മകൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ എന്താണോ അനുയോജ്യമായത് അത് ചെയ്യണം. ഇല്ലെങ്കിൽ അവർ പിന്നീട് പോലീസിനാൽ പിടിക്കപ്പെടുമ്പോൾ ആ അപഖ്യാതിയും അപരാധം മുഴുവനും താങ്ങേണ്ടി വരുന്നത് ഹിന്ദുക്കളാണ്. അല്ലാത്ത നല്ല ആശ്രമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം, നല്ല സന്യാസിമാർക്ക് വേണ്ടി പ്രവർത്തിക്കാം, നല്ല അമ്പലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. ബ്രഹ്മകുമാരീസ് നല്ല ഇതാണ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം, രാമകൃഷ്ണാശ്രമം, വിവേകാനന്ദ ആശ്രമം, ശാരദാ പ്രസ്ഥാനം, അങ്ങനെയുള്ള കുറേയുണ്ട്. കുറേ അധികം സന്യാസ ശ്രമമുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, പ്രവർത്തകരുണ്ട്. നല്ല ചങ്കൂറ്റത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. നമ്മളുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ളത് ഏതാണോ അവിടെ പ്രവർത്തിക്കാം. ദൂരെ വരെ പോയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ പ്രവർത്തിക്കാം. ഇപ്പോൾ ഇവിടെ പാപ്പനംകോട് രാമകൃഷ്ണാശ്രമം ഇല്ല, എൻ്റെ അടുത്തുള്ളത് ബ്രഹ്മകുമാരീസ. അപ്പോൾ ബ്രഹ്മകുമാരീസിൽ പ്രവർത്തിക്കാം. അല്പം 2 കിലോമീറ്റർ അപ്പുറത്ത് പോയ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരുടെ വലിയ അമ്പലമുണ്ട്, അപ്പോൾ അവിടെ പ്രവർത്തിക്കാം. നമുക്ക് എവിടെയാണോ പറ്റുക അവിടെ പ്രവർത്തിക്കാം. നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളത് മനസ്സിലുണ്ടാകണം. എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. ഇപ്പോൾ അമ്മയും സായിബാബയും ശ്രീ രവിശങ്കറും ഉൾപ്പെടെ എല്ലാവരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. എൻ്റെ ഗുരു മാത്രം, എൻ്റെ സംഘടന മാത്രം, എൻ്റെ സ്ഥാപനം മാത്രം എന്നുള്ള ധാരണ ഹിന്ദുക്കൾക്ക് മാറി. എല്ലാം എൻ്റേതാണ്, നന്മ നിറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.